വിവിധ സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷൻ എങ്ങനെ രേഖപ്പെടുത്താമെന്നും അവ താരതമ്യം ചെയ്ത് ഒന്ന് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നുമാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷനുകൾ മനസ്സിലാക്കാനും സോളാർ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ ചാർട്ട് പഠിക്കാനും വ്യത്യസ്ത നിരക്കുകളിലെ സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷനുകൾ താരതമ്യം ചെയ്യാനും കഴിയും. പൊതുവായി സോളാർ പാനലുകൾക്ക് നൽകുന്ന സ്പെസിഫിക്കേഷനുകൾ ഇപ്പോൾ നമുക്ക് പഠിക്കാം. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, മാനുഫാക്ചറർ നൽകുന്ന ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്നിവയാണ് സോളാർ പാനലുകളുടെ പൊതുവായ സ്പെസിഫിക്കേഷനുകൾ. സോളാർ പാനലിന്റെ പിൻവശം ഒരു ഡിസൈനർ അംഗീകരിച്ച സിംഗിൾ ലൈൻ ഡയഗ്രാം ഇതിനായി പരിഗണിക്കാം. ഇത് SLDയിലും പാർട്ട് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കും. ഇൻസ്റ്റാളേഷൻ എത്തുന്നതോ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതോ ആയ പാനലുകളിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ടെക്നിക്കൽ എക്സ്പേർട്ട് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. സോളാർ പാനലുകളിൽ പരിശോധിക്കേണ്ട മറ്റ് ഫീച്ചറുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ASTM എന്നത് സ്റ്റാൻഡേർഡ് സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു സോളാർ പാനലിൽ തിളങ്ങുന്ന ഒരു തരം പ്രകാശമാണ്. പ്രൊഡക്ഷൻ ടോളറൻസ്. മാനുഫാക്ചറർ മൊഡ്യൂളിന്റെ റേറ്റിംഗിൽ അനുവദനീയമായ ടോളറൻസ് ±5% എന്ന് നൽകാറുണ്ട്. അതായത് 100 വാട്ട് സോളാറിൽ 95 അല്ലെങ്കിൽ 105 വാട്ട് എന്ന് നൽകിയിരിക്കും. ടെമ്പറേച്ചർ. 25 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന സെൽ ടെമ്പറേച്ചർ എഫിഷ്യൻസി കുറയ്ക്കും. റൂഫ് മൗണ്ടഡ് അറേകൾ 50 ഡിഗ്രി മുതൽ 75 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കാണിക്കും. ഇത് STC റേറ്റിംഗിന്റെ 2-3 ഇരട്ടിയാണ്. ഡർട്ട് ആൻഡ് ഡസ്റ്റ്. ഇവ സൺലൈറ്റ് സെല്ലുകളിലെത്തുന്നത് തടസ്സപ്പെടുത്തും. ക്രമേണ പാനലുകൾ അഴുക്ക് പിടിക്കുകയും അടുത്ത മഴ ലഭിക്കുന്നത് വരെയോ സ്പ്രേ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് വരെയോ തുടരുകയും ചെയ്യും. ഇത് ശരാശരി 2% ലോസ് ഉണ്ടാകുന്നതിന് കാരണമാകും. വയറിംഗ് ലോസുകൾ. DC വയറിംഗ് സംവിധാനത്തിൽ ഉണ്ടാകുന്ന തടസ്സം മൂലം പവർ ലോസ് ഉണ്ടായേക്കാം. സാധാരണയായി 2% ലോസ് ഇത്തരത്തിൽ ഉണ്ടാകും. ഇൻവെർട്ടർ ലോസുകൾ. ശരാശരി ഒരു ദിവസത്തിൽ ഇത് ഏകദേശം 90%. സോളാർ ഇൻഡസ്ട്രിയുടെ വിജയം ടെസ്റ്റിംഗും സർട്ടിഫിക്കേഷനെയും ആശ്രയിച്ചാണ്. സോളാർ എനർജി മേഖലയിൽ അഭിവൃദ്ധി നേടാൻ മാനുഫാക്ചറർമാരും റീറ്റെയിലർമാരും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് ഉറപ്പാക്കുന്നതോടെ അവരുടെ PV മൊഡ്യൂളുകൾ കരുത്തുറ്റതാണെന്നും ഏത് കാലാവസ്ഥാ സാഹചര്യങ്ങളിലും മികച്ച റേറ്റഡ് പവർ സ്ഥിരമായി നൽകാൻ കഴിയുമെന്നും തെളിയുന്നു. കൂടാതെ അവ സുരക്ഷിതവും ഈട് നിൽക്കുന്നതുമായിരിക്കണം. ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച ഉൽപാദനം ഉറപ്പാക്കുകയും കൊമേഴ്ഷ്യലി ലാഭകരമാകുന്നതുമായിരിക്കണം. മാർക്കറ്റ് നീഡുകൾക്കും ഉപഭോക്താക്കളുടെ ലക്ഷ്യം സാധ്യമാക്കുന്നതിനും ഇൻഡസ്ട്രികൾ ടെസ്റ്റിംഗ് സർവീസുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 17,025 ISO അംഗീകൃത നാഷണൽ ലാബോറട്ടറികളിൽ നാഷണൽ, ഇന്റർനാഷണൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാനുഫാക്ചറർമാർ PV മൊഡ്യൂളുകൾ ടെസ്റ്റ് ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. IEC 61215, IEC 61730 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ മറ്റ് ചില പരിശോധനകളും ഇവർ വാഗ്ദാനം ചെയ്യാറുണ്ട്. സെർവ് കണ്ടീഷൻ, പെർഫോമൻസ് ക്യാരക്ടറൈസേഷൻ, എനർജി ഈൽഡ് ടെസ്റ്റിംഗ് എന്നിവ ഇത്തരത്തിൽ പ്രത്യേകം നടത്തുന്ന ടെസ്റ്റുകളാണ്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഒന്നിച്ചു ചേർത്തുള്ള EN, IEC, ANSI പരിശോധനകൾ PV മൊഡ്യൂളുകളുടെ മാർക്കറ്റ് ആക്സസ് വർദ്ധിപ്പിക്കുന്നു. ചില സർട്ടിഫിക്കേഷനുകളിൽ ചുവടെ പറയുന്ന പ്രൊസീജിയറുകൾ ഉൾക്കൊള്ളുന്നു. ഒരു വിഭാഗത്തിലോ കൂട്ടത്തിലോ ഉൾപ്പെടുന്ന മൊഡ്യൂളുകൾ സാമ്പിളുകളുടെ ലാബോറട്ടറി പരിശോധനകൾ ആവർത്തിച്ചുള്ള ഫാക്ടറി പരിശോധന, സർട്ടിഫിക്കറ്റ് TUV, റെയിൻലാൻഡ് ടെസ്റ്റ് മാർക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കൺഫോമിറ്റി അഥവാ COC അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാർക്കറ്റുകൾക്കായുള്ള സാക്ഷ്യപത്രം, ബാങ്കബിലിറ്റി റിപ്പോർട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു. PV മൊഡ്യൂളുകളുടെ ക്വാളിറ്റി അഷുറൻസ് പ്രൊസീജിയറുകളിൽ PID, പൊട്ടൻഷ്യൽ ഇൻഡ്യൂസ് ഡീഗ്രഡേഷൻ, ഇലക്ട്രോ ലുമിനസെൻസ്, IR ഇമേജിംഗ്, പ്രീ പോസ്റ്റ് ഷിപ്മെന്റ് പരിശോധനകൾ, ഏജിംഗ് ഓഫ് മൈക്രോ ക്രാക്ക്, LID ടെസ്റ്റ് അഥവാ ലൈറ്റ് ഇൻഡ്യൂസ് ഡീഗ്രഡേഷൻ എന്നിവ ഉൾപ്പെടുന്നു. ഫയർ ടെസ്റ്റുകൾ, കോറഷൻ ടെസ്റ്റുകൾ, വിവിധ കാലാവസ്ഥാ മേഖലകളിലെ ഔട്ട്ഡോർ ലോങ് ടേം ടെസ്റ്റുകൾ, PV മൊഡ്യൂൾ, ഷിപ്പിംഗ് യൂണിറ്റുകളിലെ ട്രാൻസ്പോർട്ട് എൻവയോൺമെന്റ് സ്റ്റിമുലേഷൻ, സാൻഡ് അബ്രഷൻ, സ്നോ ലോഡ് ടെസ്റ്റിംഗ് എന്നിവ സ്ട്രെസ് ടെസ്റ്റുകളിൽ ഉൾപ്പെടുന്നു.
PV+ ബെഞ്ച്മാർക്ക്, യോഗ്യത പ്ലസ് സർട്ടിഫിക്കേഷൻ, കൃത്യമായ കാലാവസ്ഥയിൽ മാർക്കറ്റിന് അനുയോജ്യമായി എനർജി ഈൽഡ് ടെസ്റ്റ് എന്നിവ മൂല്യവർദ്ധിത സേവനങ്ങളാണ്. BIPV ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് PVയുടെ യോഗ്യതയിൽ റിസ്ക് അനാലിസിസ്, റൂഫ് ഇന്റഗ്രേഷൻ, ഫേസാഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം, ഹെയിൽ ടെസ്റ്റിംഗ്, സ്നോ ലോഡ് ടെസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടുത്തുക. സെല്ലുകളുടെ വിസ്തീർണം അളക്കുക. ഡാറ്റ ഷീറ്റിലെ മൊഡ്യൂൾ ഏരിയയുമായി താരതമ്യം ചെയ്യുക. ഓരോ സോളാർ പാനലും ഇൻഡിവിജ്വൽ സോളാർ ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. PV സെല്ലുകൾ 156 മില്ലിമീറ്റർ x 156 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് സൈസിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ഒരു PV സെല്ലിന്റെ വിസ്തീർണം 243.36 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 60 PV സെല്ലുകളുടെ വിസ്തീർണം 14,601.6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 60 സെല്ലുകളുള്ള ഒരു സോളാർ PV പാനലിന്റെ വിസ്തീർണം 16,335 സെന്റിമീറ്റർ സ്ക്വയർ. റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷനിൽ ഉപയോഗിക്കുന്ന സോളാർ പാനലുകളുടെ ശരാശരി വലിപ്പം ഏകദേശം 165 സെന്റിമീറ്റർ x 99 സെന്റിമീറ്റർ ആണ്. നീളം 182.88 സെന്റിമീറ്റർ വരെ ആകാം. റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷനുകൾക്കായുള്ള മിക്ക സോളാർ പാനലുകളിലും 60 സോളാർ സെല്ലുകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം കൊമേഴ്ഷ്യൽ സോളാർ ഇൻസ്റ്റാളേഷനുകളുടെ സ്റ്റാൻഡേർഡ് 72 സെല്ലുകളാണ് ഇത്. അതായത് ഇത് 98 സെല്ലുകളോ അതിൽ കൂടുതലോ വരെ ആകാം. ഒരു പാനലിലെ സോളാർ സെല്ലുകളുടെ എണ്ണം അതിന്റെ നീളവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 72 സെൽ കൊമേഴ്ഷ്യൽ സോളാർ സെല്ലുകൾക്ക് 60 സെൽ റെസിഡൻഷ്യൽ പാനലുകളെക്കാൾ ഏകദേശം 33 സെന്റിമീറ്റർ അധികം നീളമുണ്ടാകും. നിങ്ങൾ ശരാശരി വലിപ്പമുള്ള 20 പാനലുകളുടെ 6 കിലോവാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന് ഏകദേശം 8.23 മീറ്റർ വീതിയും 3.96 മീറ്റർ നീളവും 32.59 മീറ്റർ സ്ക്വയർ വിസ്തീർണവും ഉണ്ടാകും. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന എളുപ്പമാണ്. ഔട്ട്പുട്ട് ടെർമിനലുകളിലെ വോൾട്ടേജ് കണ്ടെത്താൻ സോളാർ പാനൽ പരിശോധിക്കാം. ഇതിനായി ആദ്യം സോളാർ പാനൽ സൺലൈറ്റിൽ വെക്കുക. നിങ്ങളുടെ മൾട്ടിമീറ്റർ DC വോൾട്ട് സെറ്റിംഗ്സിലേക്ക് സെറ്റ് ചെയ്യുക. പാനലുകളുടെ പോസിറ്റീവ് വയറിലേക്ക് പോസിറ്റീവ് ലീഡും നെഗറ്റീവ് വയറിലേക്ക് നെഗറ്റീവ് ലീഡും ടച്ച് ചെയ്യുക. മീറ്റർ റീഡ് ചെയ്താൽ തിരഞ്ഞെടുത്തിരിക്കുന്ന റേഞ്ച് കുറവാണ്. റേഞ്ച് വർദ്ധിപ്പിക്കാൻ ഡയൽ തിരിക്കുക. ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വോൾട്ടേജ് രേഖപ്പെടുത്തിയ ശേഷം ഇത് പാനലിന്റെ പുറകിൽ നൽകിയിരിക്കുന്ന VOC റേറ്റിംഗുമായി താരതമ്യം ചെയ്യുക. ഇത് VOC റേറ്റിംഗിനോട് അടുത്ത് നിൽക്കണം. ഇത്തരത്തിലുള്ള റീഡിംഗ് ലഭിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന സോളാർ പാനൽ നല്ലതാണ്. അല്ലെങ്കിൽ ആ പാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ തിരികെ പോയി സോളാർ സെല്ലുകളുടെ കണക്ഷനുകൾ ഏതെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ സോളാർ സെല്ലുകളിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങൾക്ക് സ്വയം നന്നാക്കാൻ സാധിക്കണമെന്നില്ല. ഇത് നന്നാക്കാനോ മാറ്റി സ്ഥാപിക്കാനോ വേണ്ടി മാനുഫാക്ചറർക്ക് കൈമാറേണ്ടതാണ്. സീരീസ് കണക്ഷൻ. സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ള സോളാർ PV പാനലുകളെ സ്ട്രിംഗ് എന്നാണ് വിളിക്കുക. പാരലലായി കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങുകളാണ് ഒരു അറേ. ഒരു സീരീസ് കണക്ഷനിൽ ഒരു പാനലിന്റെ പോസിറ്റീവ് ടെർമിനലിനെ മറ്റൊരു പാനലിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുക. ആദ്യ പാനലിന്റെ പോസിറ്റീവ് ടെർമിനൽ സീരീസ് പാത്തിന്റെ പോസിറ്റീവ് ടെർമിനലും അവസാന പാനലിന്റെ നെഗറ്റീവ് ടെർമിനൽ സീരീസ് പാത്തിന്റെ നെഗറ്റീവ് ടെർമിനലുമായിരിക്കും. സീരീസ് ആയി കണക്ട് ചെയ്ത പാനലുകളുടെ വോൾട്ടേജ് ഓരോ പാനലുകളുടെയും വോൾട്ടേജിന്റെ തുകയാണ്. എന്നാൽ സീരീസ് ആയി കണക്ട് ചെയ്ത പാനലിന്റെ കറണ്ടിന് തുല്യമായിരിക്കും ഇത്. സീരീസ് പാത്തിലെ എല്ലാ പാനലുകൾക്കും ഒരേ സ്പെസിഫിക്കേഷനോടും റേറ്റിംഗോടും കൂടിയതായിരിക്കണം. റേറ്റിംഗ് മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. സീരീസ് കണക്ഷനിലെ കാൽക്കുലേഷൻ മെത്തേഡ് ഇതാണ്. ഒരു പാരലൽ കണക്ഷന് വേണ്ടി എല്ലാ പാനലുകളുടെയും പോസിറ്റീവ് ടെർമിനൽ ഒരുമിച്ച് കണക്ട് ചെയ്യുകയും എല്ലാ നെഗറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുകയും ചെയ്യുക. ഇത് ഏത് പാനലിൽ നിന്ന് എടുക്കുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയ ടെർമിനലും ഈ കോമ്പിനേഷന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ആയിരിക്കും. പാരലൽ കണക്ഷനുള്ള കാൽക്കുലേഷൻ മെത്തേഡാണ് ഇത്. പഠിച്ച ആശയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ഇനി പരിശോധിക്കാം. ഈ ടാസ്ക് നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് 5 വാട്ട്, 10 വാട്ട്, 40 വാട്ട്, 250 വാട്ട് പോളി ക്രിസ്റ്റലിൻ മൊഡ്യൂളുകൾ ആവശ്യമാണ്.
വിവിധ സോളാർ പാനലുകളുടെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യുക എന്നതാണ് കർത്തവ്യം. ഓരോ പാനലിലും നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ചാർട്ട് പഠിച്ച് ടേബിൾ പൂരിപ്പിക്കുക. നിങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമായത് താരതമ്യം ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷനുകൾ എങ്ങനെ രേഖപ്പെടുത്താമെന്നും അവ താരതമ്യം ചെയ്ത് ഒന്ന് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ ഈ സെഷനിൽ പഠിച്ചു കഴിഞ്ഞു. സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷനുകൾ മനസ്സിലാക്കാനും സോളാർ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ ചാർട്ട് പഠിക്കാനും വ്യത്യസ്ത നിരക്കുകളിലെ സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷനുകൾ താരതമ്യം ചെയ്യാനും നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.